എവരിവൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. പെർഫെക്റ്റ് ടെൻസ് എന്താണ്, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, അത് വെച്ചിട്ട് എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻ സെൻറ്റൻസുകൾ എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ് കറൻ്റ്ലി. അതായത് ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ്റെ ജസ്റ്റ് മുമ്പായിട്ട് അവസാനിച്ച ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിപ്പോഴും ഉണ്ടാവും. അതായത് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ് കറൻ്റ്ലി. പാസ്റ്റിൽ നടന്നു, പക്ഷെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസോ ഹാവ് പ്ലസ് B3 എന്നുള്ളതാണ്. വെർബിൻ്റെ B3 ഫോമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഹാസ് ഏതിൻ്റെ കൂടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയാം. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പം അതിൻ്റെ കൂടെയാണ് ഹാസ് ഉപയോഗിക്കുക. അഥവാ സിംഗുലർ സബ്ജക്റ്റ് ഹീ ഷീ ഇറ്റ്, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഹാസ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യുന്നു. പ്ലൂറൽ സബ്ജക്റ്റ് ഐ, വി, യു, ദേ പോലുള്ള പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ എഴുന്നേറ്റു. ഇപ്പം നടന്നൊരു കാര്യമാണ്, ഓൾറെഡി പാസ്റ്റ് ആണെങ്കിൽ കൂടി ഇപ്പം നടന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുക. അപ്പോൾ എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഐ ഹാവ് വോക്കൺ അപ്പ്. വേക്ക് എന്നുള്ളതിന് വെർബിൻ്റെ B3 ഫോമായ വോക്കൺ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഐ പ്ലസ് ഹാവ് പ്ലസ് B3 ഫോം ഓഫ് ദ വെർബ് വോക്കൺ അപ്പ്. അവൻ അവൻ്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതി. അതെങ്ങനെ പറയും? ഹീ ഹാസ് റിട്ടേൺ എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. റൈറ്റ് എന്നുള്ളതിൻ്റെ B3 റിട്ടേൺ. ഹീ എന്നുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളവിടെ ഹാസ് എന്നുള്ള ഓക്സിലറി ഉപയോഗിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഞങ്ങൾ 10 വർഷം ഹൈദരാബാദിൽ താമസിച്ചു. ഞങ്ങൾ 10 വർഷം ഹൈദരാബാദിൽ താമസിച്ചു, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വരിക അത്? വി ഹാവ് ലീവ്ഡ് ഇൻ ഹൈദരാബാദ് ഫോർ 10 years. വി ഹാവ് ലീവ്ഡ് ഇൻ ഹൈദരാബാദ് ഫോർ 10 years. ഇനി ഇതേ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനൊന്നുമില്ല. സബ്ജക്റ്റ് പ്ലസ് ഹാസോ ഹാവ് പ്ലസ് നോട്ട് പ്ലസ് B3. ഹാസ് ഹാവിന് ശേഷം ഒരു നോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാൻ എഴുന്നേറ്റില്ല. ഇതെങ്ങനെ നമ്മൾ പറയും? ഐ ഹാവ് നോട്ട് വോക്കൺ അപ്പ്. അവൻ അവൻ്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതിയിട്ടില്ല. എങ്ങനെ പറയും? He has not written a letter to his friend. He has not written a letter to his friend. ഇതുപോലൊരു വാർത്ത ഞാൻ മുമ്പ് കേട്ടിട്ടേ ഇല്ല. നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I have not heard such a news before. I have not heard such a news before. ജീവിതത്തിൽ അയാൾക്ക് പരാജയം ഉണ്ടായിട്ടില്ല. He has not had a failure in his life. He has not had a failure in his life. അവിടെ ഹാഡ് വന്നത് എന്താണെന്ന് അറിയാലോ? വെർബിൻ്റെ B3 ഫോം ഉപയോഗിക്കേണ്ടത് കൊണ്ടാണ് അവിടെ ഹാഡ് വന്നത്. ഓക്കെ. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ എങ്ങനെ എസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് മാറ്റാമെന്നുള്ളത് നോക്കാം. ഇതിന് നമ്മൾ ഓക്സിലറി വെർബായ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഫസ്റ്റ് ഉപയോഗിക്കുക. ദെൻ സബ്ജക്റ്റ് പ്ലസ് B3. എക്സാമ്പിൾസ് നോക്കാം. നീ എഴുന്നേറ്റോ എന്നുള്ളത് നോക്കണം. ഹാവ് യു വോക്കൺ അപ്പ്? അവൻ കൂട്ടുകാരന് കത്ത് എഴുതിയോ? ഹാസ് ഹി റിട്ടേൺ എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്? നിങ്ങൾ 10 വർഷം ഹൈദരാബാദിൽ താമസിച്ചിട്ടുണ്ടോ?
ഹാവ് യു ലീവ്ഡ് ഇൻ ഹൈദരാബാദ് ഫോർ 10 years? ഇനി അതിനെ WH ക്വസ്റ്റ്യൻ മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. WH ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നതിന് വേറൊരു ഫോമാറ്റും ഇല്ല. ആദ്യം WH ക്വസ്റ്റ്യൻ വേർഡ്, ദെൻ ഹാസ് ഓർ ഹാവ്, ദെൻ സബ്ജക്റ്റ് പ്ലസ് V3. നമുക്ക് നോക്കാം ആരാണ് ഇത് ചെയ്തത്. എങ്ങനെ ചോദിക്കും? ഹൂ ഹാസ് ഡൺ ഇറ്റ്. എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുള്ള ഒരു സെൻറ്റൻസാണ് മലയാളത്തിൽ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? Where have I gone wrong? Where have I gone wrong? അവൻ എവിടെ പോയിരിക്കുകയാണ്? Where has he gone? Where has he gone? സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമുക്ക് അതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം V3 ഫോം ഓഫ് വെർബ്സ് ആണ്. വെർബ്സിൻ്റെ കുറച്ച് V3 ഫോംസ് നമ്മൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്